ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദിലക്ഷ്മി കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കാടക്കോഴി 65 ഉണ്ടാക്കാം. അപ്പൊ അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്താൽ മാത്രം പോരാ, ആദിലക്ഷ്മി കിച്ചൺ വേൾഡ് എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. അവരോടൊക്കെ ഷെയർ ചെയ്യാൻ പറയാ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് വരാട്ടോ. അപ്പൊ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഒരു 5 കാട ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മള് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആവശ്യത്തിന്, കുരുമുളക് പൊടി, ജീരകത്തിന്റെ പൊടി, ഉപ്പ്, തൈര്, ചെറുനാരങ്ങ നീര്, ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഒരു ഫ്രൈ പാനിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 ടീസ്പൂണ് കോൺഫ്ലവറിന്റെ മാവ്, ഒരേ 1 ടീസ്പൂണ് ചുമ്മാ ഇതിലേക്ക് വിതറിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി എന്നിട്ട് നന്നായി ചൂടാവുമ്പോൾ അതിലോട്ട് വെച്ചു കൊടുക്കുക. പെട്ടെന്ന് വറുത്ത് കിട്ടും. അപ്പൊ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇനി ഇതിലോട്ട് 2 പച്ചമുളകും ഒരു 5-6 വെളുത്തുള്ളി അല്ലിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുക. ഇത് ചിക്കൻ വറുക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുന്നത്. അപ്പൊ കറിവേപ്പിലയും പച്ചമുളകും വെളുത്തുള്ളിയും എണ്ണയിൽ കിടന്ന് ഇങ്ങനെ മുരിയുമ്പോ ചിക്കനിലേക്ക് അതിന്റെ വാസനയും വരും, ടേസ്റ്റും വരും, വേറൊരു ടേസ്റ്റാണ്. അപ്പൊ അതൊക്കെ എന്റെ ചിക്കൻ, അതായത് കാടക്കോഴി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേരും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവും. അപ്പൊ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാട്ടാ. ഞാൻ ഇനി ഇതുപോലെ പുതിയ വീഡിയോസ് ആയിട്ട് വരാം. അപ്പൊ നിങ്ങള് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ കഴിച്ചു നോക്കട്ടെ. സൂപ്പറാട്ടാ, എനിക്ക് പറയാനേ പറ്റണില്ല. മസ്റ്റ് ട്രൈ ആണ്. എല്ല് വരെ നമുക്ക് കടിച്ചു തിന്നാം, അത്രയ്ക്കും ടേസ്റ്റാണ്. കാടക്കോഴി കറി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കാടക്കോഴിയുടെ 65 ആണ്. അപ്പൊ നിങ്ങളെല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. ആദിലക്ഷ്മി കിച്ചൺ വേൾഡ് മറക്കാതെ കാണാം. കണ്ടാൽ മാത്രം പോരാ, ഫ്രണ്ട്സിനും വീട്ടുകാർക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറയാ. അപ്പൊ ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് വരാട്ടോ. ബൈ ഫ്രണ്ട്സ്.